നമസ്കാരം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ബി വിത്ത് മീ. ത്രീ ടൈപ്സിലൊന്ന് അപ്പ് ട്രെൻഡിങ് മാർക്കറ്റ്, രണ്ട് ഡൗൺ ട്രെൻഡിങ് മാർക്കറ്റ്, മൂന്ന് സൈഡ് വേസ് മാർക്കറ്റ്. ഓക്കെ, ത്രീ ടൈപ്സ് ഓഫ് മാർക്കറ്റാണ് മെയിൻലി ഉണ്ടാവുക. ഒന്ന് അപ്പ് ട്രെൻഡിങ്, രണ്ട് ഡൗൺ ട്രെൻഡിങ്, മൂന്ന് സൈഡ് വേസ്. അപ്പ് ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. ഇത് ഒരു മോഡൽ മാത്രമാണ് കേട്ടോ, ഇങ്ങനെ തന്നെ ആവണമെന്ന് ഷുവർ ഷോട്ടൊന്നുമില്ല. ഇതായിരിക്കും അപ്പ് ട്രെൻഡിങ് മാർക്കറ്റ്. ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും താഴോട്ട്, അതായത് ഓവറോൾ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പ് ട്രെൻഡ് ഡയറക്ഷൻ അതായത് ഡയറക്ഷൻ ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെ ആയിരിക്കും. ബുള്ളിഷിൽ ഓൾ ആൻഡ് ഓവർ ഡയറക്ഷൻ വിൽ ബി ഇതായിരിക്കും ബുള്ളിഷ്. സൈഡ് വേസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് വേസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എങ്ങനെ അത് ഒരു പ്രത്യേകം റേഞ്ചിൽ മാർക്കറ്റ് ട്രാപ്ഡ് ആവണം. ഇതാണ് റേഞ്ച്. ഇത് അപ്പർ റേഞ്ചും ഇത് ലോവർ റേഞ്ചും. ഇതിൽ ട്രാപ്പായിരിക്കുന്നത് അത് ലോ വോളിയം. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ എബവ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഇതിനൊക്കെ എക്സാമ്പിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പ് ട്രെൻഡിങ് മാർക്കറ്റ്. അതായത് അപ്പ് ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതാണ് ഡയറക്ഷൻ, മാർക്കറ്റ് എൻ്റെ ഡയറക്ഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പ് ട്രെൻഡ്? ഇത് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നോർമലി പറയാറ്? ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സസിൻ്റെ കാര്യത്തിലായാൽ ഓവർ സൈസ്ഡ് അല്ലെങ്കിൽ ബാഗി പാൻസ്, ഓവർ സൈസ്ഡ് ടീഷർട്ട്സ്, ഇതാണ് ട്രെൻഡ്. അതായത് മറ്റ് ഓൾഡ് ഫാഷൻ അനുസരിച്ച് ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ആ ഡയറക്ഷൻ, ആ ഒരു ലെവൽ ഓഫ് എന്താണ് സെല്ലിങ് കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും, എന്താണ് ഓവർ സൈസ്ഡ് ആൻഡ് ഇതിൽ. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഡയറക്ഷനാണ് നമ്മൾ ഓവറോൾ ഡയറക്ഷൻ, അത് എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അതിപ്പോൾ കുറച്ച് ഇമ്മീഡിയറ്റ് ഒരു ഗ്രാഫ് വരച്ച പോലെ സ്ലാൻഡ് ആയിരിക്കില്ല, ഡയറക്റ്റ് ഒരു ഇതായിരിക്കില്ല, അതിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് മാർക്കറ്റിൻ്റെ മൂവ്സാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചില്ല, സപ്പോർട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ സപ്പോർട്ട് എഴുതുകയാണ്. അപ്പോൾ കണ്ടോ 3 ഡോട്ട്സ്, അതിനെ നമുക്ക് സ്റ്റാറ്റിക് സപ്പോർട്ട്, ഞാൻ പറഞ്ഞല്ലോ 2 സപ്പോർട്ട്, നോർമൽ സ്റ്റെപ്പ്, മെയിൻ സപ്പോർട്ട്, പിന്നെ ഡൈനമിക് സപ്പോർട്ട് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ്. ഇതാണ് ഡൈനമിക് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ്. ഡൈനമിക് സപ്പോർട്ട് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ്. ഓക്കെ, മാർക്ക് ചെയ്തു. 1 2 3 4 കണ്ടോ, ടച്ച്, അത് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കലി ജസ്റ്റ് ഒരു മാർക്കറ്റ്, നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിനെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡൈനമിക് സപ്പോർട്ട്. ട്രെൻഡ് ലൈൻ. ഓക്കെ,
ഇനി നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് ബിയറിഷ് മാർക്കറ്റിലേക്കാണ്, അതായത് ഡൗൺ ട്രെൻഡ്. ഓക്കെ, ഒരു പേര് കൊടുത്തേ ഉള്ളൂ, ബുള്ളിഷ് മാർക്കറ്റും ബിയറിഷ് മാർക്കറ്റും. അപ്പോൾ ഇത് ഡൗൺ ട്രെൻഡ് നമ്മൾ ബിയറിഷ് മാർക്കറ്റ് എന്നാണ് പറയാം. കണ്ടോ, ഇതൊരു ഡ്രോയിങ് കണ്ടോ, ഡ്രോയിങ്ങിൽ കണ്ടോ താഴോട്ട്, അതായത് അതിൻ്റെ ഓവറോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ താഴോട്ടാണ്. ഇപ്പോൾ അനിൽ അംബാനിയുടെയും എന്താണ് മുകേഷ് അംബാനിയുടെയും ബിസിനസ് നോക്കുകയാണെങ്കിൽ മുകേഷ് അംബാനി മേലെ നല്ല അപ്പ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ അനിൽ അംബാനി താഴോട്ട് പോയിരിക്കുന്നതാണ്. അനിൽ അംബാനിയുടെ ഡയറക്ഷൻ താഴോട്ടാണ്. അതാണ് ജസ്റ്റ് ഒരു ഡയറക്ഷൻ, മീൻസ് ഓവറോൾ എന്താണ് ട്രെൻഡ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ഡൗൺ ട്രെൻഡും ബിയറിഷ് മാർക്കറ്റിനെ തന്നെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയാറ്. ഓക്കെ, ബിയറിഷ് മാർക്കറ്റ് നമുക്ക് റെഡ് കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാം, കാരണം റെഡാണ് ഓൾറെഡി ക്യാൻഡിൽ. ഇപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് ജസ്റ്റ് റെഡ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, റെഡിൽ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, സിമ്പിൾ ഒരു ലൈന്, വൈറ്റ് ലൈന് മേലെയും താഴെയും ഡ്രോ ചെയ്യണം. അപ്പോൾ ഈ മേലത്തെ വൈറ്റ് ലൈനിനെ നമുക്ക് മാർക്ക് ചെയ്യാം, റെസിസ്റ്റൻസ് എന്ന് മാർക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. താഴത്തെ ലൈനിനെ നമുക്ക് 2, 3 അതും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ടിങ് മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്കിന് ശേഷം കണ്ടോ, നമ്മൾ 1, 2, 3 ലൈൻസ്, 4ാമത്തെ ലൈനിൽ എന്ത് സംഭവിച്ചു, അവിടെ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത്. കാരണം മൾട്ടിപ്പിൾ ടൈം ടച്ച്, ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ട് വീക്കാവും, ഒരേ സമയം സോൺ തട്ടി, പിന്നെ ആ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ കാണിക്കുന്നത് വെച്ചാൽ അത് പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് കാണിക്കുകയാണ്. കാരണം അത് ഇനി എന്താണ്, അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം ബ്രേക്ക് ചെയ്തു, ഇനി ആ മേലോട്ട് പോകുമ്പോൾ ആ ഏരിയയിൽ എന്താണ്, നമ്മളെപ്പോലെ ആൾക്കാർക്ക് അറിയാം അത് റെസിസ്റ്റൻസ് ആണ്. ആ ഏരിയയിൽ എന്താണ് സപ്ലൈ കൂടുതലുണ്ടാവും. അപ്പോൾ പിന്നെയും എന്ത് ചെയ്യും, അത് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, അതെടുത്ത് ഇമ്മീഡിയറ്റ്ലി അത് നേരെ മേലോട്ട് പോയിട്ട് അവിടെ റെസ്പെക്റ്റ് എടുത്തു. ഇത് ഹൈപ്പോത്തറ്റിക്കലി ആണെങ്കിലും എങ്ങനെയാണ് നോർമലി മാർക്കറ്റിൽ സംഭവിക്കാറ്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ എയറോയിൽ കണ്ടോ, പിന്നെ അത് നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ എന്താണ് ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈൻ കണക്ഷൻ റോങ് ആണ് നോർമലി ആൾക്കാർ തെറ്റി വരുത്താറ്. കാരണം ഡൗൺ ട്രെൻഡിൽ ഒരിക്കലും ലോസ് കണക്ട് ചെയ്യാൻ പാടില്ല, അതായത് സ്വിങ്ങിൻ്റെ ലോയിൽ കണക്ട് ചെയ്യാൻ പാടില്ല, ഇത് റോങ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ലോ നമ്മൾ ഹൈ മാർക്ക് ചെയ്യും. ഇതാണ്, അതായത് താഴോട്ട് വരുമ്പോൾ ഹൈ മാർക്ക് ചെയ്യണം, മേലോട്ട് പോകുമ്പോൾ ലോ മാർക്ക് ചെയ്യണം, ഓപ്പോസിറ്റ് വൈസ് വേഴ്സ. ഓക്കെ, ഓർമ്മിച്ച് വെക്കുക. കാരണം നമ്മളൊരിക്കലും ഡൗൺ ഫോളിൽ നമ്മളൊരിക്കലും മാർക്കറ്റിനെ എന്താണ് ക്യാച്ച് ചെയ്യാൻ നോക്കരുത്, ബൈ ചെയ്യാൻ നോക്കില്ല, കാരണം സെല് ചെയ്യാനേ നോക്കുള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ 1, 2, 3 മൾട്ടിപ്പിൾ ടച്ച് വന്നു. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ട്രെൻഡ് ലൈന് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോണിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൺഫർമേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം, സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്കിംഗ് മിസ്റ്റേക്സ് പിടിക്കാം. അപ്പോൾ ട്രെൻഡ് ലൈനിൽ എന്താണ്, ട്രെൻഡ് ലൈൻ നമ്മൾ പഠിച്ചതെല്ലാം എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് നോക്കി. ട്രെൻഡ് ലൈൻ എന്താണെന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കുക. ഓർമ്മ വരുന്നുണ്ടല്ലോ. ട്രെൻഡ് ലൈന് സെയിം ആണ്, പക്ഷേ അതിൻ്റെ ഡൈനാമിക്, അതായത് അതൊരു പർട്ടിക്കുലറി ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കില്ല. ഓക്കെ, എന്താണ് നോർമലി വരുന്ന മിസ്റ്റേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഗോയിങ് അപ്പ് ആണെങ്കിൽ ഓക്കെ, അതായത് ബുള്ളിഷ്, അപ്പോൾ എന്ത് ചെയ്യും, നോർമലി ആൾക്കാർ മാർക്ക് ചെയ്യും. ഞാനൊരു ഡ്രോയിങ്ങിലൂടെ തന്നെ കാണിക്കാം. കണ്ടോ, ഇതാണ് അപ്പ് ട്രെൻഡ്, അതായത് ബുള്ളിഷ് മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഈ ലൈൻസ് മാർക്ക് ചെയ്യും, പക്ഷേ ഇത് റോങ് ആണ്. ഇൻസ്റ്റെഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു ഡ്രോയിങ് ഞാൻ വരയ്ക്കാം. ഇത് കണ്ടോ, ഇതിൽ ബോട്ടം ആണ് നമുക്ക്. കാരണം അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ബൈയിങ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ബൈ ഓർഡറാണ് പ്ലേസ് ചെയ്യുക. റിട്രേസ്മെൻറ്റും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും, എന്താണ് റിട്രേസ്മെൻറ്റ്. ഓക്കെ, ഇനി ഡൗൺ ട്രെൻഡിൽ സെയിം മിസ്റ്റേക്സ് വരുത്തും. അതായത് ബിയറിഷ് മാർക്കറ്റിൽ ഒരു ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, ഒരു ബിയറിഷ് 2 ഡ്രോയിങ് വരച്ചു. അപ്പോൾ നോർമലി റോങ്സ് എന്താണ് വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇത് ലോ മാർക്ക് ചെയ്തുകൊണ്ടോ ഇതിലേതാ ശരിയെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക ആദ്യം. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് സെക്കൻഡ് ഇമേജാണ് ശരി, ഫസ്റ്റ് ഇമേജ് റോങ് ആണ്. അതായത് ഡൗൺ ആയിട്ട് വരുമ്പോൾ മാർക്ക് ചെയ്യേണ്ടത് ഹൈ ആണ്, ഹൈ ആയിട്ട് പോകുമ്പോൾ മാർക്ക് ചെയ്യേണ്ടത് ലോ ആണ്. അതായത് അപ് ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ ലോ പിക്ക് ചെയ്യും, ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ ഹൈ പിക്ക് ചെയ്യും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ട്രെൻഡ്സ് നോക്കാം, ഏതൊക്കെയാണ് റീസെൻറ്റ് ട്രെൻഡ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇൻഡെക്സിൽ നിഫ്റ്റി നോക്കാം. നിഫ്റ്റീൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കാം. ഓക്കെ, നിഫ്റ്റീൻ്റെ ഡയറക്ഷൻ ക്ലിയർ ആണ്. മാർക്കറ്റ് 1 hourly പോയിരിക്കുന്നുണ്ട് ഡയറക്ഷൻ. നമുക്ക് ജസ്റ്റ് എന്താണ് എയർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇവിടുന്ന് മാർക്കറ്റ് പോകുന്നുണ്ട്, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അപ്പല്ലേ, ഇത് അപ്പ് ഡയറക്ഷൻ കറക്റ്റാണ്. ഇനി ഡൗൺ നോക്കണം. ഒരു നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. അദാനി എൻ്റർപ്രൈസിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഒരു ജസ്റ്റ് നമ്മൾ ലോങ് ടൈമിൽ നോക്കാം. ആദ്യം നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം നോക്കാം. അദാനി എൻ്റർപ്രൈസിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ അത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ നോക്കാം. കണ്ടോ, ഇതുവരെ ബാക്കിയൊക്കെ ഇട്ടേക്ക് നമ്മൾ എന്താണ് ഇവിടുത്തെ വരെ നോക്കാം മാർക്കറ്റിന്. ഓക്കെ, ഇവിടുത്തെ കണ്ടോ, മാർക്കറ്റിൽ നമ്മൾ ഒരു എയർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 400 താഴെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഫെബ്രുവരി 21, 2021 ലോങ് ഡ്യൂറേഷൻ ലോങ് ഇൻവെസ്റ്റ്മെൻറ്റേഴ്സ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 438 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിൽ കണ്ടോ, അയാൾ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. എപ്പോൾ വരെ? ഇതുവരെ നമ്മൾ ഒക്ടോബർ 2022, ഏകദേശം മോർ ദൻ എത്രയാണ് 1.88 മന്ത്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുക, 4100. അപ്പോൾ എത്രയാണ് റിട്ടേൺസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, എത്ര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതപ്പോൾ എന്ത് മാർക്കറ്റാണ്? അപ് ട്രെൻഡിങ് മാർക്കറ്റല്ലേ, ഇതിൻ്റെ ട്രെൻഡ് മേലോട്ടല്ലേ അല്ലേ? ആണ്. നമുക്കപ്പോൾ ഇനി ഡൗൺ ട്രെൻഡാണ് നോക്കാം. ഡൗൺ ട്രെൻഡ് വന്നു, നമുക്ക് ഡേ ക്യാൻഡിലേക്ക് പോകാം. ഡേ ക്യാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ മാർക്കറ്റിൽ സംഭവിക്കുന്നത് നമുക്ക് ഇതിനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ മാർക്കറ്റ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം കേട്ടോ. മാർക്ക് ചെയ്യാം, ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്യാം. ട്രെൻഡ് ലൈൻ അവിടെ, അതെ ട്രെൻഡ് ലൈൻ ഇതുണ്ടോ, മാർക്കറ്റ്
ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ വന്നിരിക്കുകയാണ് കണ്ടോ. ഇതിനാണ് നമ്മൾ കൺസോൾട്ടേഷൻ ഫേസ് എന്ന് പറയാം. ഈ മാർക്കറ്റിൽ റൈഡ് 200 പോയിൻ്റ് മൂവ് വന്നിട്ടുണ്ടെങ്കിലും ഇത് മാർക്കറ്റ് എങ്ങോട്ടും ബ്രേക്കും ആവുന്നില്ല. ചെറിയൊരു പോയിൻ്റ് ഇതൊന്ന് കൺസിഡർ ചെയ്യരുത്. ഇതിപ്പോൾ ഇങ്ങനെയാണ്, ഇതിന് ഫേക്ക് എന്ന് പറയാം, ഫേക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അപ്പോൾ ഇതിനവിടെ കട്ടെ, അതൊക്കെ അവിടെ കട്ടെ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ഈ സോണ് 200 പോയിൻ്റ് മൂവ് ആണെങ്കിലും പക്ഷേ ഇതിനെ കൺസോൾട്ടേഷൻ ഏരിയ എന്ന് പറയാം. കാരണം ഇവിടെ ഇപ്പോൾ എത്ര ഡ്യൂറേഷനിൽ കൺസോൾട്ടേഷൻ പോയി? 21 നവംബർ മുതൽ ജാനുവരി 22 വരെ, ഏകദേശം 3 മാസത്തോളം മാർക്കറ്റ് ഈ 200 പോയിൻ്റ് മേലോട്ടും പോയില്ല താഴോട്ടും പോയില്ല. അപ്പോൾ ഈ ഫേസിന് നമ്മൾ എന്താ പറയുന്നത്? സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സൈഡ് വേസ് മാർക്കറ്റ്. ഓക്കെ, ഒരു സൈഡിൽ ട്രാപ്പായിരിക്കുന്നത്. അവിടുത്തെ പിന്നെ ട്രെൻഡ് പിടിച്ചു, ഹയറിലേക്ക് പോയി. കണ്ടോ, ട്രെൻഡിങ് മാർക്കറ്റായി, നല്ലൊരു ട്രെൻഡ്, കറക്റ്റൊരു ഉണ്ടോ. ട്രെൻഡിങ് മാർക്കറ്റ്. അടുത്ത നമുക്ക് ഷോയിലെല്ലാം കണ്ടോ, ക്ലിയർ അപ്പ് ട്രെൻഡ്. 1 ഡേ ടൈം ഫ്രെയിമിൽ ഇത് ക്ലിയർ കട്ട് അപ്പ് ട്രെൻഡാണ് അല്ലേ. ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഇതാ ഇവിടെ തുടങ്ങി, ഇത് അപ്പ് ട്രെൻഡാണ്, അപ്പ് ട്രെൻഡിങ് ആണ് അല്ലേ. ഇതൊരു അപ്പ് ട്രെൻഡിങ്, ഇതൊരു അപ്പ് ട്രെൻഡിങ് മാർക്കറ്റാണ്. ഓക്കെ, ഇതിനെ നമുക്ക് 1 hour ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ട്രെൻഡിൽ എക്സാമ്പിൾ കിട്ടും. ഈ ഡ്യൂറേഷനിൽ നമ്മളിത് ടൈം ഫ്രെയിംസ് ഡിഫറൻസ് ഇതൊക്കെ നമുക്ക് ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് SMC പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡൗൺ ട്രെൻഡ് നോക്കൂ. 1 hourലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതായത് 185 സ്റ്റാർട്ട് ചെയ്തു ഫെബ്രുവരി 24. അപ്പോൾ അത് മാർക്കറ്റ് ഓവറോൾ എന്താണ് 158 വരെ പോയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് എന്താണ് പറയുക? നമുക്ക് ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഇതിനെയാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു 3-4 എക്സാമ്പിൾസാണ് ട്രെൻഡ്. ഇതൊക്കെ ബേസിക്സ് ആണ്, എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം കാണിച്ചതേ ഉള്ളൂ.